السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العظيم. وقال النبي صلى الله عليه وسلم: من حج لله فلم يرفث ولم يفسق رجع كيوم ولدته أمه أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ശിഷ്ടജീവിതം ഭാവരഹിതമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ, സാലിഹീങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ യുസാർ അടക്കം ധാരാളം ആളുകൾ ലക്ഷ്യം പൂർത്തീകരിച്ചും പൂർത്തീകരിക്കാതെയും ഒക്കെ നമ്മളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മണ്ണറയിലേക്ക്, പടച്ചവന്റെ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടം അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന എല്ലാ നന്മകളുടെയും പ്രതിഫലം മക്കൾ സാലിഹ് എന്ന തരത്തിൽ അള്ളാഹു ആ ഖബറിടത്തിൽ ഒരു പ്രകാശമായി, നന്മയായി അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയയപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഒരുപാട് ആളുകളെ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര അയച്ചിട്ടുള്ളവരാണ്. ഗൾഫിലേക്ക് പോയ ധാരാളം ആളുകൾ, അവരെയൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നുമൊക്കെ യാത്ര പറഞ്ഞ് വളരെ സന്തോഷിപ്പിച്ച് യാത്ര അയപ്പിച്ചിട്ടുണ്ട്. മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് യാത്ര അയപ്പിക്കുന്ന സമയത്തും നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. മകളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോഴും യാത്ര അയക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയയപ്പിനാണ് നാം ചില ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. വേറെ ചില ആളുകൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട യാത്രയ്ക്ക് വർഷങ്ങളായി കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹുവിന്റെ ഒരു ഭാഗ്യം എന്ന വണ്ണം അവിടെ എത്തുന്നതിനുള്ള ഒരു വഴി, ഒരു മാർഗം തെളിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും കൂട്ടുകാരോടും നമ്മളുടെ ഓർമ്മയുള്ള കാലം മുതൽ ആരുമായിട്ടെല്ലാം നമ്മൾ ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങൾ, അടുപ്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ, അവരോടൊക്കെ പോയി പറഞ്ഞു, ഞാനൊരു യാത്ര പുറപ്പെടുകയാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മാപ്പാക്കി തരണം. അല്ല, നിങ്ങൾ എവിടെയാണ് യാത്ര പുറപ്പെടുന്നത്?
ഞാനൊരു അപേക്ഷയും കൊടുക്കാതെ, ഞാൻ അള്ളാഹുവിന്റെ അരികിൽ ഒരു തരത്തിലുള്ള ഒരു അനുവാദവും ചോദിക്കാതെ, എന്നോടൊന്നും പറയാതെ അള്ളാഹു എനിക്കൊരു ജന്മം തന്നു. എന്നോട് ചോദിച്ചിട്ടില്ല, എവിടെ ജനിക്കണമെന്ന് ചോദിച്ചില്ല, ആരുടെ മകനാകണമെന്ന് ചോദിച്ചില്ല, ഏത് നാട്ടുകാരനായി വരണമെന്ന് ചോദിച്ചില്ല, ഒരു ആൺകുട്ടിയാകണോ പെൺകുട്ടിയാകണമോ ഒന്നും ചോദിച്ചില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഒരു അനുമതിയും ചോദിക്കാതെ എന്നെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു. ആ ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടവരിൽ പല കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. മതമുള്ളവർ, മതമില്ലാത്തവർ, മതത്തിൽ ജനിക്കുകയും അതിൽ അനുസരണക്കേട് കാണിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ. പക്ഷെ അവിടുന്നൊക്കെ വ്യത്യസ്തനാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയിൽ, അഥവാ ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം എന്ന പരിശുദ്ധ ദീൻ എന്ന ഒരു വീടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുകയും അതിൽ അഞ്ചാമത്തെ അവസാനത്തെ തൂണായ ഹജ്ജ് കർമ്മം എന്ന മർമ്മപ്രധാനമായ ഒരു നന്മയിൽ എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദീനിന്റെ അന്ത്യമാണത്, ഒരു അമലിന്റെ പൂർത്തീകരണമാണത്. ഇസ്ലാമിന്റെ പല കർമ്മങ്ങളിൽ ഏറ്റവും അവസാനമായി അള്ളാഹു നിർണയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നന്മയാണ്. അഥവാ ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുകയും ആ വീണതിന് ശേഷം അവൻ അല്പാൽപമായി വളർന്നൊരു പ്രായ പക്വതയെത്തുമ്പോ ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ച മനുഷ്യർക്ക് നിർബന്ധമായി തീരുന്ന രണ്ടാമത്തെ ഘടകമാകുന്ന നമസ്കാരം, പിന്നീട് നോമ്പ്, പിന്നീട് സക്കാത്ത്, പിന്നീട് ഹജ്ജ് എന്ന വളരെ വ്യവസ്ഥാപിതമായ ഒരു കർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് അള്ളാഹു എനിക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ആ യാത്ര പുറപ്പെടാൻ പോവാ. ഒരുപക്ഷെ നിങ്ങളിലേക്ക് എനിക്ക് തിരിച്ചു വന്ന് കണ്ടുമുട്ടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്റെ അമലിന്റെ ഒരു പൂർത്തീകരണത്തിന് ഞാൻ പോവുകയാണ്. ആ അമലിന്റെ പൂർത്തീകരണത്തിന് ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ ഈ കാലം അത്രയും നിങ്ങളുമായിട്ടൊരു അയൽവാസിയായി ജീവിച്ചു. ഈ കാലം അത്രയും നിങ്ങളുമായിട്ടൊരു ഭാര്യയായി, ഒരു ഭർത്താവായി, ഒരു മാതാവായി, അല്ലെങ്കിൽ ഒരു പിതാവായി, ഒരു നാട്ടുകാരനായി, ഒരു സഹപ്രവർത്തകനായി, ഒരു സഹപാഠിയായി, ഒരു നാട്ടുകാരനായി ഞാൻ നിങ്ങൾക്കിടയിലൊക്കെ ജീവിച്ചു പോയി. പക്ഷെ ഞാൻ ഒരു വലിയ നന്മ പൂർത്തീകരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഓർത്തോർത്ത് യാത്ര പറയുകയാണ്. ഇന്നാളോട് ഞാൻ പറഞ്ഞു, യാത്ര പറയുക എന്നതല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കടപ്പാടുകളെ പൂർത്തീകരിക്കലാണ്. കടപ്പാടുകളെ പൂർത്തീകരിച്ച് ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ ഇതുവരെയുള്ള ബന്ധങ്ങളിൽ വന്ന എല്ലാ പോരായ്മകളും, എല്ലാ വീഴ്ചകളും, എല്ലാ കുറവുകളും പറഞ്ഞു തീർത്തു പോവുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമുക്ക് നിയോഗിച്ചപ്പോ പ്രധാനപ്പെട്ട 4 കടമകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട കടമകൾ. ഒന്ന് ഇബാദത്താണ്. ഒന്ന് ഇബാദത്തിന്റെ കടമയാണ്. 2 അഖ്ലാഖ്, സ്വഭാവത്തിന്റെ കടമയാണ്. 3 മുആശറാത്ത്, ബന്ധങ്ങളുടെ കടമയാണ്. 4 മുആമലാത്ത്, ഇടപാടുകളുടെ കടമയാണ്. ഞാൻ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ ആരെയെല്ലാം കാണുന്നുവോ, ഞാൻ ആരുമെല്ലാം പരിചയമായി ബന്ധപ്പെട്ടിരുന്നുവോ, ഞാൻ ആരുമായിട്ടെല്ലാം കുടുംബബന്ധവും കൂട്ടുബന്ധവും ഒക്കെ പുലർത്തിയിരുന്നുവോ, കളിച്ചിരുന്നോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നോ, അയൽവാസ ബന്ധം നടത്തിയിരുന്നോ, ഈ ആളുകളുമായിട്ടെല്ലാം എനിക്ക് ചില ബന്ധങ്ങളുണ്ട്. ഈ ായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു വലിയ വരമ്പ്, അല്ലെങ്കിൽ വലിയൊരു വാചക കസറത്ത് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നടത്തുകയാണ്. അല്ലാഹുമായിട്ടുള്ള മറകളില്ലാത്ത ബന്ധം, അല്ലാഹുമായിട്ടുള്ള ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത, ഋജുവായ, വളവില്ലാത്ത ഒരു ബന്ധം അല്ലാഹു ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുകയാണ്. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അല്ലാഹുവിനാകുന്നു, റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും സംരക്ഷകനായ, സർവ്വലോകത്തിന്റെയും പരിപാലകനായ, സർവ്വലോകത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തവനായ, സർവ്വതിനെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പടച്ചവനെ, നിനക്കാകുന്നു സർവസ്തുതിയും.
റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും ഈ ലോകത്ത് വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ പടച്ചവൻ, അള്ളാഹിനെ ചീത്ത വിളിക്കുന്നവർക്കും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവർക്കും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യരുത് എന്ന് പറയുന്നവർക്കും ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വലോക സംരക്ഷകനായ അള്ളാഹ് നിനക്കാകുന്നു സർവസ്തുതിയും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ, ഇവിടെ നന്മകൾ ചെയ്ത് ഇവിടെ ഈമാനികമായി നിലനിന്ന് ഇസ്ലാമികമായി നിലനിന്ന് നമസ്കാരത്തിൽ അടിയുറച്ചു നിന്ന് ഈമാനിൽ മുൻപിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച ആളുകൾക്ക് ഒരു തരത്തിലുള്ള കുറവുകളുമില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന ഉടമസ്ഥനാകുന്നു സർവസ്തുതിയും. അല്ല എങ്കിൽ അള്ളാഹു തന്ന വെള്ളം, അള്ളാഹു തന്ന വായു, അള്ളാഹു തന്ന ജന്മം, അള്ളാഹു തന്ന മാതാപിതാക്കൾ, അള്ളാഹു തന്ന ആഫിയത്ത്, അള്ളാഹു തന്ന ആരോഗ്യം, ഇതെല്ലാം യഥേഷ്ടം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ധിക്കാരികളായി അഹങ്കാരികളായി ജീവിച്ച മനുഷ്യർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ, ആ ഉടമസ്ഥനാകുന്നു സർവസ്തുതിയും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഒരു മറ നീക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു. ഇതുവരെ അവ്യക്തമായി മറഞ്ഞു നിന്ന അള്ളാഹു ഇവിടെ വ്യക്തമായി മുമ്പിൽ വരികയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്റെ മുമ്പിൽ മാത്രം ഞാൻ എന്റെ ആവലാദികൾ പറയുന്നു, എന്റെ പ്രയാസങ്ങൾ പറയുന്നു, എന്റെ സങ്കടങ്ങൾ പറയുന്നു. ഈ ഫാത്തിഹയിൽ അള്ളാഹു പറയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, എനിക്കൊരു നല്ല വഴി കാണിച്ചു തരണേ അല്ലാഹ്. കവലയിൽ ഇറങ്ങുമ്പോൾ വ്യത്യസ്ത വഴികളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യത്യസ്ത കൊടികളുടെ കീഴിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നോട് പറയാൻ ആരോടും എനിക്ക് പറയണ്ട, നിന്നോട് മാത്രം പറയാനുള്ള ഒരു വാക്യമുണ്ട്. ഇഹ്ദിന, നീ എനിക്ക് കാണിച്ചു തരണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, വളവില്ലാത്ത ഋജുവായ വളരെ സുന്ദരമായ വഴി നീ എനിക്ക് കാണിച്ചു തരണം. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അഥവാ നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ അനുഗ്രഹീതമായ വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. വഴികെട്ടവരുടെ വഴിയല്ല, കോപത്തിന് അർഹരായവരുടെയും വഴിയല്ല, സാലിഹീങ്ങളുടെ, താബിഈങ്ങളുടെ, നബിമാരുടെ, ഔലിയാക്കളുടെ ഉയർന്ന വഴി നീ എനിക്ക് കാണിച്ചു തരണം പടച്ചവനെ. പ്രിയമുള്ളവരെ, ഇതും ഫാത്തിഹയും ഹജ്ജുമായിട്ട് എന്ത് ബന്ധമുള്ളത് അല്ലേ? ഹജ്ജും ഫാത്തിഹയും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു വിശ്വാസി തന്റെ വിശ്വാസത്തെ ബുദ്ധീകരിക്കുന്നതിന്റെ ഏറ്റവും മർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്, ഏറ്റവും മർമ്മമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ഒരു ബന്ധമാണിത്. എന്താണ് ആ ബന്ധത്തിന്റെ തുടക്കം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു അഭേദ്യമായ ബന്ധം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജർ ബീബി റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദി പാഠമാണ്. തൗഹീദി പാഠം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു പോകുന്ന ഈ തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു ബന്ധമാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഴി, ഹാജർ ബീബി റളിയല്ലാഹു തആല അൻഹ വഴി, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഹാജി പഠിക്കേണ്ടത്, ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ പഠിക്കേണ്ടത്, അത്തരം യാത്രയയപ്പിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നവർ പഠിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ കാര്യം നടത്തുന്നവനില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവൻ, പ്രതിസന്ധികൾ മാറ്റിത്തരേണ്ടവൻ, മക്കളെ തരേണ്ടവൻ, മാതാപിതാക്കളെ തന്നവൻ, ആരോഗ്യം തരേണ്ടവൻ, ആഫിയത്ത് തരേണ്ടവൻ, ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്ത് എല്ലാ തരത്തിലുള്ള യാത്ര ചോദിപ്പുകളും തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, എന്നെ ആ മണ്ണിലേക്ക് എത്തിക്കുന്നത് വരെയും അള്ളാന്റെ ഇടപെടലുകളിൽ, അള്ളാഹുവിന്റെ ഇടപെടലുകൾ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സാന്നിധ്യം ഇല്ലാത്തിടത്തോളം ആ മണ്ണുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഈ ഒരു കലിമത്തു ത്വയ്യിബെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കൊണ്ടിടുമ്പോഴും എനിക്ക് തീ എന്റെ മുമ്പിൽ പ്രശ്നമല്ല, അധികാരി എന്റെ മുമ്പിൽ പ്രശ്നം
പ്രശ്നമല്ല, ആളുകൾ എന്റെ മുമ്പിൽ പ്രശ്നമല്ല, ഭരണകൂടം എന്റെ മുമ്പിൽ പ്രശ്നമല്ല. എന്റെ പ്രശ്നം, എന്റെ കാര്യം, എന്റെ വിഷയങ്ങൾ, എന്റെ പ്രതിസന്ധികൾ ഏകനായ സർവലോക സംരക്ഷകനായ അള്ളാഹു നടത്തി തരും എന്ന ഉറച്ച വിശ്വാസമാണ് ആ തീയിലേക്ക് ചെന്ന് വീഴുമ്പോഴും. മകനില്ലാതെ കേഴുമ്പോ ആളുകളുടെ മുമ്പിൽ പോയി ആവലാതി പറയുന്നതിനപ്പുറം, ഡോക്ടറുടെ മുമ്പിൽ പോയി ആവലാതി പറയുന്നതിനപ്പുറം ലോകത്തിന്റെ മുഴുവൻ മനുഷ്യരെയും പഠിപ്പിക്കുകയായിരുന്നു, മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്, മാതാപിതാക്കളെ തരുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്, ആഫിയത്ത് തരുന്നവൻ അല്ലാഹുവാണ്. ഹജ്ജിൽ നിന്ന് പഠിക്കേണ്ട പാഠം അല്ലാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന ഒരു തൗഹീദി വിശ്വാസം. ഈ പ്രേമം അലതല്ലുകയാണ്. ഈ അലതല്ലലുകളിൽ നിന്നും ഒരു മനുഷ്യൻ പ്രേമം കൂടിയാൽ പിന്നെ ഒറ്റ അടിക്ക് കയറുന്നത് ശാരീരികമായി ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട ചില കർമ്മങ്ങളാണ്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരം. ഈമാൻ വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നെഞ്ചിൽ വല്ലാതെ പ്രേമബന്ധമായി, സ്നേഹബന്ധമായി കഴിഞ്ഞാൽ തൊട്ടുടനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകൾ ചെയ്യുക എന്നതാണ്. ഞാൻ ആരുമായിട്ടെങ്കിലും പ്രേമിച്ചാൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ പ്രേമിച്ചാൽ പ്രേമത്തിന്റെ തുടക്കം അത് മനസ്സിലാണ്, അത് കലിമത്തു ത്വയ്യിബയിലാണ്. അള്ളാഹുമായിട്ടുള്ള പ്രേമത്തിന്റെ തുടക്കം അത് കലിമത്തു ത്വയ്യിബയിലാണ്. പിന്നീട് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ രണ്ടാം ഘട്ടം ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനം അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് എന്നോട് പ്രേമമുണ്ടോ, നിങ്ങൾ എന്നെ മനസ്സിൽ ധ്യാനിച്ചുവോ, നിങ്ങൾ എന്നെ മനസ്സിൽ കുടിയിരുത്തിയോ എങ്കിൽ നിങ്ങൾ 5 വഖത്ത് നമസ്കാരം ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയുമില്ലാതെ, ഒരു വീഴ്ചയുമില്ലാതെ നിങ്ങൾ നിറവേറ്റൂ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. വഖത്ത് നമസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ, ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ, മക്കളെ കൊണ്ടത് പ്രേരിപ്പിക്കാൻ, ഇതാണ് സഹോദരങ്ങളെ പ്രേമത്തിന്റെ രണ്ടാം ഘട്ടം. മൂന്നാമത് അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് സ്നേഹമാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പട്ടിണി കിടക്കൂ, എനിക്ക് വേണ്ടി നിങ്ങൾ വെള്ളം ഉപേക്ഷിക്കൂ, എനിക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൂ, എനിക്ക് വേണ്ടി നിങ്ങൾ പകലുകളിൽ ലൈംഗിക ബന്ധങ്ങൾ മാറ്റിവെക്കൂ. ചിലത് ത്യജിക്കാൻ തയ്യാറാകും. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ പ്രേമിച്ചാൽ, ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ മൂന്നാമതായി വന്ന് കടന്നുകൂടുന്നത് ചിലത് അവർക്ക് വേണ്ടി, പ്രേമിക്കുന്നവർക്ക് വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലതിനെ ഉപേക്ഷിക്കലാണ്. യഥാർത്ഥത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ മറ്റൊരു ഘടകമാണ്. നാലാമത്തെ കാര്യം, നമ്മൾ സകാത്ത് കൊടുക്കാൻ അള്ളാഹു തആല പ്രേരിപ്പിച്ചു. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പണം, സമ്പത്ത്, അധികാരം, ഇതിന്റെ കണക്കുകൾ എടുത്ത് എന്റെ വഴിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെലവഴിക്കൂ. അഞ്ചാമതായിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് അടുപ്പമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോടുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാണെങ്കിൽ, നന്മ നിറഞ്ഞതാണെങ്കിൽ, കളങ്കമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് വിടൂ, നിങ്ങൾ നിങ്ങളുടെ കുടുംബം വിടൂ, നിങ്ങൾ നിങ്ങളുടെ നാടിനോട് യാത്ര പറയൂ. ആ യാത്ര പറഞ്ഞിട്ട് എന്റെ ഒരു സൗന്ദര്യവുമില്ലാത്ത ഒരു കറുത്ത കല്ലോടെയുണ്ട്, അത് മക്ക മുക്കറമയാണ്, അത് കാബത്തുള്ളയാണ്, അത് കാബ ഷരീഫാണ്, അതിന്റെ മുമ്പിൽ നിങ്ങൾ വരൂ, അതിന്റെ മുമ്പിൽ നിങ്ങൾ കറങ്ങൂ, ഭ്രാന്തനെ പോലെ കറങ്ങൂ. പ്രത്യേകിച്ചൊന്നും പറയാനുള്ള സഹോദരങ്ങളെ, സഫ മർവ പർവ്വതത്തിനിടയിൽ എന്റെ അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഓടൂ. ഇതൊരു പ്രേമത്തിന്റെ, ഇതൊരു സ്നേഹത്തിന്റെ, പടച്ചവനുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ ഒരു വലിയ ചരിത്രമാണ്. ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഞാൻ വീട് പൂർത്തീകരിച്ചു ഹജ്ജ് കൊണ്ട്, അതുകൊണ്ട് ആ ഹജ്ജിന്റെ പൂർത്തീകരണം എന്റേതായതുകൊണ്ട് തന്നെ ഉദ്ഹിയ എന്നൊരു കർമ്മം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഒരു ആതിഥേയത്വം ഞാൻ വഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു ഭക്ഷണ പദാർത്ഥം തന്നു, അത് ഉദ്ഹിയത്തിന്റെ വളരെ അനുഗ്രഹീതമായ ഭക്ഷണ പദാർത്ഥമാണ്. അതിനുശേഷം നിങ്ങൾ ഒരു വലിയ മൈതാനത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. മൻ ഹജ്ജലില്ല അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ മൈതാനിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. ആ ഒരുമിച്ച് കൂട്ടിയ സന്ദർഭത്തിൽ, പ്രവാചകൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരു വീട്ടിൽ, പുതിയൊരു അന്തരീക്ഷത്തിൽ, പുതിയൊരു സാഹചര്യത്തിൽ, പുതിയൊരു സന്ദർഭത്തിൽ, പുതിയൊരു മനുഷ്യനായി നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. ആ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മമാണ് മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു. നിങ്ങൾ ഇത്തരത്തിലൊരു യാത്ര പുറപ്പെട്ടാൽ, ഈമാനികമായി നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സകാത്തിലൂടെ, ഹജ്ജിലൂടെ നിങ്ങൾ പടച്ചവന്റെ അറഫയിൽ എത്തി നിൽക്കുന്ന ഈ സുവർണ്ണ അവസരമുണ്ടല്ലോ, അനുഗ്രഹീതമായ ഒരു നിമിഷമുണ്ടല്ലോ, ആ വലിയൊരു സന്ദർഭമുണ്ടല്ലോ, ആ
ആ സന്ദർഭത്തിൽ നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് പോകേണ്ടവരോടൊക്കെ പറഞ്ഞ് സ്വഭാവത്തിൽ വന്ന പോരായ്മകൾ, മുആമലാത്തിൽ വന്ന പോരായ്മകൾ, മുആശറാത്തിൽ വന്ന പോരായ്മകൾ, ആളുകളുടെ കൈയും കാലും പിടിച്ച് പോരായ്മകളൊക്കെ തീർത്തിട്ട് പടച്ചവനിലേക്ക് മാത്രം സമർപ്പിച്ചൊരു യാത്ര, ആ ഹജ്ജിന്റെ അറഫയിലെത്തി നിൽക്കുന്ന ആ അസുലഭ അനുഗ്രഹീതമായ വളരെ പവിത്രമായ ആ നിമിഷത്തിൽ നമ്മൾ നിന്നുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരു സുപ്രധാനമായ പ്രാർത്ഥന, അല്ലാ ഇനി എനിക്കൊന്നുമില്ല, നീയും ഞാനും, ഞാനും നീയും എന്റെ മുമ്പിൽ മറകളില്ലാത്ത ഒരു പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു വലിയ ബന്ധം, ആ ബന്ധത്തിൽ നിന്നും ഈമാനും നബിയെയും പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാട്ടിലേക്ക് ഒരു തിരിച്ച് വളരെ സുന്ദരമായ ഒരു മടക്കം. ആ മടക്കം ഈമാനികമാണ്, ആ മടക്കം പ്രവാചകത്വമാണ്, ആ മടക്കം പ്രവാചകന്റെ നബവി ചര്യയുമായിട്ടുള്ള മടക്കമാണ്. ആ മടക്കവുമായിട്ട് മരണം വരെയും ഒരു വലിയ ഹാജിയായി ജീവിക്കുന്ന ജീവിതം. ആളുകൾക്ക് ഭക്ഷണം കഴിപ്പിച്ചു, വന്നപ്പോൾ ഞാൻ വലിയ ഹാജിയായി, അല്ല അല്ല, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വലിയ ദൗത്യത്തിൽ, ഉത്തരവാദിത്വത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം പൂർത്തീകരിക്കാൻ എല്ലാം പൂർത്തീകരിച്ചു. മക്കയിൽ വന്നു, അവിടുന്ന് ഈമാൻ ഉൾക്കൊണ്ടു, മദീനയിൽ പോയി പ്രവാചക ജീവിതം 23 വർഷം കൊണ്ട് തങ്ങൾ ചെയ്തൊരു ജീവിതം, ബദറിന്റെ ജീവിതം, ഉഹദിന്റെ ജീവിതം, ഖന്തക്കിന്റെ ജീവിതം, ആയിഷ റളിയല്ലാഹു തആല അൻഹയായിട്ടുള്ള ജീവിതം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള ജീവിതം, രാഷ്ട്രീയ ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, കുടുംബ ജീവിതം, ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രവാചകൻ പോയി കഴിഞ്ഞു പോയിരിക്കുന്ന 23 വർഷത്തെ തന്റെ നെഞ്ചിലേക്ക് ആവാഹിക്കുകയാണ്, തന്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയാണ്. എന്നിട്ട് കുടുംബത്തിലേക്ക്, എന്നിട്ട് നാട്ടിലേക്ക്, എന്നിട്ട് കച്ചവടത്തിലേക്ക്, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക്, എന്നിട്ട് സമൂഹത്തിലേക്ക്, എന്നിട്ട് സാമൂഹിക അന്തരീക്ഷത്തിലേക്ക്. അവിടെ നിന്നും ഒരു സന്ദേശവുമായി നാട്ടിൽ വന്ന് കറങ്ങി നടക്കുകയാണ്. ഹാജിയായി നടക്കുന്നു, ഈമാനികമായി നടക്കുന്നു, ഇസ്ലാമികമായി നടക്കുന്നു. എന്നിട്ട് ഇത്തരം മദ്രസകൾ, ഇത്തരം ദീനിന്റെ പരിശ്രമങ്ങൾ അതിന്റെ കൂടെ കൂടി അതിനോടൊപ്പം നിന്ന് നന്മകളിൽ മുന്നേറി അവസാന ശ്വാസം അത് 60-ലാകാം, അവസാന ശ്വാസം അത് 70-ലാകാം, 80-ലാകാം, എപ്പോഴാണെങ്കിൽ പോലും അല്ലാഹുവേ നിന്റെ നബവി ചര്യകൾ, നിന്റെ നബവി വസന്തങ്ങൾ, നബവി പുഷ്പങ്ങൾ എവിടെയാണോ പുഷ്പിക്കുന്നത്, എവിടെയാണോ നീങ്ങുന്നത്, അത്തരം വഴികളോടൊപ്പം ഓരം ചേർന്ന് നിന്നുള്ള ഒരു യാത്രയും ഒരു മരണവും ഒരു മനോഹരമായ, സുന്ദരമായ, അനുഗ്രഹീതമായ ഒരു യാത്രയയപ്പ്, മണ്ണറയിലേക്കുള്ള, അള്ളാഹുവിലേക്കുള്ള, പ്രവാചകനിലേക്കുള്ള ഒരു സുന്ദരമായ യാത്രയയപ്പ്. ഈ തരത്തിൽ ഒരു ഈമാനികമായ യാത്രയായി നമ്മൾ ഈ യാത്ര അയപ്പിനെയും ഈ യാത്ര പോകലുകളെയും നമ്മൾ കണ്ട് നമ്മൾ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചെലവഴിക്കപ്പെടുന്ന സമ്പത്തും, ഈ ചെലവഴിക്കപ്പെടുന്ന ആരോഗ്യവും, ഈ യാത്ര പറയുന്ന യാത്രയയപ്പുകളും, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന, തീർത്തും ദീനിയായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂട്ടവും ഫലപ്രദമാണ്, ഗുണകരമാണ്, പ്രയോജനപ്രദമാണ്, എന്നും നമുക്ക് നന്മ നിറഞ്ഞതാണ്. അള്ളാഹു അത്തരം ഒരു കൂട്ടമായി പരിപൂർണമായിട്ടും കബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ യാത്രകൾക്കിടയിൽ പ്രിയമുള്ളവരെ, ഞാൻ സന്ദർഭോചിതമായി, അവസരോചിതമായി മാത്രം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കാലഘട്ടം അപകടകരമാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ മക്കളും അപകടകരമായ വഴികളിലൂടെയാണ് കലാലയ അന്തരീക്ഷത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ ഇത്തരം ചെറിയ ചെറിയ ദീനി പരിശ്രമങ്ങൾ നമ്മളുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ചില ഉസ്താദന്മാർ നടത്തി വരികയാണ്. പല ആളുകളുടെയും മുമ്പിൽ കൈനീട്ടിയും അല്ലാതെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ദൗത്യം. ആ ഒരു ദൗത്യം ഒന്ന് മാത്രം. ഏതാണ്? ഹജ്ജിനെ നിലനിർത്തുന്ന, ഉംറയെ നിലനിർത്തുന്ന, പ്രവാചകത്വത്തെ നിലനിർത്തുന്ന ഒരേ ഒരു നന്മ, വിശുദ്ധ ഖുർആനിന്റെ നന്മ. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായി മാറിയത് അള്ളാഹു വിശുദ്ധ ഖുർആൻ കൊടുത്ത് പ്രവാചകൻ അന്ത്യപ്രവാചകനായി ആദരിച്ചു എന്നതുകൊണ്ടാണ്. ഈ ഖുർആൻ നിലനിൽക്കണമോ, ഈ ദീൻ നിലനിൽക്കണമോ, ഹജ്ജിന്റെ സദസ്സുകൾ നിലനിൽക്കണമോ, ഹാജിമാർക്ക് പ്രേരണകൾ കിട്ടിയിട്ട് ഇത്രയും സമ്പത്തുകൾ വന്നപ്പോ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ, ഏതെങ്കിലും ഒരു ആലിമിന്റെ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാചകം കേട്ടിട്ടെങ്കിലും ഹജ്ജിലേക്ക് തിരിയാൻ അവസരം നിങ്ങൾക്ക് ലഭിക്കണമോ? ഒരേ ഒരു വഴി, ഇൽമു നിലനിൽക്കണം, ഖുർആൻ നിലനിൽക്കണം, ആലിം നിലനിൽക്കണം, ഹാഫിൾ നിലനിൽക്കണം. ആ
ആലിം നിലനിൽക്കണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മസ്ജിദുകൾ മാത്രം നിലനിന്നത് കൊണ്ട് മാത്രം ഹാഫിദ് നിലനിൽക്കുകയില്ല. സാധാരണ ഗതിയിൽ നടക്കുന്ന മക്തബകൾ മദ്രസകൾ നിലനിന്നാൽ മാത്രം ഹാഫിദും ആലിം നിലനിൽക്കുകയില്ല. അതൊരു 13 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രമാണ്. പക്ഷെ 13 വയസ്സിന് ശേഷം ഹാഫിളാകാൻ കഴിയുന്ന, ആലിമാകാൻ കഴിയുന്ന, ഹാഫിളത്താകാൻ കഴിയുന്ന, ആലിമത്താകാൻ കഴിയുന്ന ഇത്തരം ദീനീ സംരംഭങ്ങൾ ഉടലെടുക്കേണ്ടതുണ്ട്, വളർന്നു വരേണ്ടതുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് കാഞ്ഞിപ്പുഴയിൽ ഏകദേശം 10,000 മക്കളുണ്ട് എങ്കിൽ ആ 10,000 മക്കളിൽ അല്ലെങ്കിൽ മകനിൽ ഒരു കുട്ടി മാത്രമാണ് ഹാഫിളാകാൻ പോകുന്നത്, ഒരു കുട്ടി മാത്രമാണ് ആലിമാകാൻ പോകുന്നത്. ബാക്കി 99% ആളുകളും കോളേജുകളിലേക്കാണ്, ക്യാമ്പസുകളിലേക്കാണ്, ഭൗതിക അന്തരീക്ഷങ്ങളിലേക്കാണ്. ഞാൻ എന്റെ സന്ദർഭോചിതമായി വൈകാരികമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ മക്കൾ അടുത്ത തലമുറയുടെ ഒരു ഭാവിയാകേണ്ടവരാണ്, തലമുറയെ നന്നാക്കേണ്ടവരാണ്. അതിന് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും അനിവാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, മസ്ജിദിനെ സഹായിക്കാം, നല്ല കാര്യമാണ്. മദ്രസയെ സഹായിക്കാം, നല്ല കാര്യമാണ്. യതീമിനെ സഹായിക്കാം, നല്ല കാര്യമാണ്. പാവപ്പെട്ടവനെ സഹായിക്കാം, നല്ല കാര്യമാണ്. രോഗിയെ സഹായിക്കാം, നല്ല കാര്യമാണ്. രോഗിയെ സഹായിക്കാൻ മുസ്ലിമിനും സാധിക്കും, പാവപ്പെട്ടവനെ സഹായിക്കാൻ മുസ്ലിമിനും സാധിക്കും. പക്ഷെ ദീനിന്റെ ഇൽമു പഠിക്കുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് വിശ്വാസികൾക്ക് മാത്രമാണ് സാധ്യമാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഓരത്ത് സ്ഥാപിച്ച അഹ്ലുസ് സുഫയിൽ നിന്ന് തുടങ്ങിയ ഒരു ദീനീ പരിശ്രമം ഇന്ത്യയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരു ദാറുൽ ഉലൂമായി രൂപപ്പെടുകയും അവിടെ നിന്നും ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ ഒരു ഇൽമിന്റെ കേന്ദ്രം വളരുകയായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ദാറുൽ മുഹ്സനാത്ത് എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ മദ്രസകൾ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇല്ലായ്മക്കാരാണ്, പോരായ്മയുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കും, അത് വലിയ നന്മയാണ്. അബുൽ ഹസൻ അലി അന്നദവി റഹിമഹുള്ളയുടെ ഒരു വാചകം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഇന്ത്യയിലെ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ മസ്ജിദ് പണിയുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നന്മ നമ്മുടെ തലമുറകൾക്ക് പഠിക്കാൻ, നമ്മുടെ തലമുറകൾക്ക് നേരായ വഴിയിൽ സഞ്ചരിക്കാൻ, നമ്മുടെ തലമുറകൾ മതഭൗതിക വിദ്യാഭ്യാസം നേടാൻ പറ്റുന്ന കലാലയങ്ങൾ പണിയാനാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് വാചകവും അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ ജിഹാദ്, ഈ കാലഘട്ടത്തിന്റെ ധർമ്മസമരം ഈ ചെറു തലമുറയെ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഫെമിനിസത്തിലേക്കും മതനിരാസത്തിലേക്കും ഒക്കെ തള്ളിവിടുന്ന കലാലയ അന്തരീക്ഷത്തിൽ നിന്നും ദീനീ കലാലയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് എന്നും മൂന്നാമതൊരു വാക്യം പറഞ്ഞു. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന ഇന്ത്യ ഖേദിക്കേണ്ട ഇന്ത്യയാണ്, പ്രതിസന്ധികൾ ഉടലെടുക്കുന്ന ഇന്ത്യയാണ്, വിദ്യാഭ്യാസമുള്ള ഇന്ത്യയെ വേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജിന്റെ അനുഗ്രഹീതമായ സംഗമത്തിൽ, ഈ സദസ്സിൽ, ഈ മജ്‌ലിസിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെടുന്നത് ഇത്തരം ദയനീയമായി, ഞാൻ ഈ സ്ഥാപനത്തെ മാത്രമല്ല പറയുന്നത്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ പോകണം. ചോദിക്കുന്നവർക്ക് കൊടുക്കലല്ല, അന്വേഷിച്ച് പോകണം. എന്നിട്ട് അവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവിടുത്തെ പ്രതിസന്ധികൾ മനസ്സിലാക്കി, ദീനിന്റെ ഇൽമുകൾ, ഖുർആനിന്റെ വചനങ്ങൾ പഠിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന വലിയ വലിയ നന്മകൾ ഉണ്ടാകാൻ കാരണമായി തീരണം. ഈ പാവപ്പെട്ട മനുഷ്യൻ, ഞാനുമായിട്ട് കുടുംബ ബന്ധമില്ല, ഞാനുമായിട്ട് സാമ്പത്തിക ബന്ധമില്ല, ഞാനുമായിട്ട് മറ്റൊരു ബന്ധവുമില്ല, ഒരു ബന്ധമുണ്ട്, ദീനി സ്ഥാപനം നടത്തുന്നു എന്നൊരു ബന്ധം. ഒരു കുടുംബമായി താമസിക്കുകയാണ്. ആ കുടുംബത്തിൽ ഒരു 3-4 ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടിൽ, ആ വീട്ടിൽ ഏകദേശം 10-25 മക്കളെ, പെൺമക്കളെ പരിശുദ്ധമായ ഖുർആൻ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കൂ, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വീടിന്റെ മുകളിൽ ചെലന്തിമല പിടിച്ച് കിടക്കുന്ന എത്ര 100 റൂമുകളാണ് പടച്ചവൻ തന്ന സമ്പത്തുകൾ. മറുഭാഗത്ത് ഇത്തരം കുറെ സാധുക്കൾ അവരവരുടെ വീടുകളെ, അവരവരുടെ അടുക്കളകളെ, അവരവരുടെ എല്ലാ കാര്യങ്ങളെയും ആർക്കു വേണ്ടി കൊടുത്തിരിക്കുന്നു? ഈ ദീനിന്റെ വഴിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ഉസ്താദി എന്ന നിലയ്ക്ക് പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം തന്റെ വീട്ടിൽ നടക്കുമ്പോൾ കിച്ചണിലേക്ക് കയറാൻ കഴിയില്ല, എല്ലാ റൂമുകളിലേക്കും കയറാൻ കഴിയില്ല, എല്ലാ ഹാളുകളിലേക്കും കയറാൻ കഴിയില്ല, പുറത്തൊരു റൂമിനപ്പുറത്തേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിൽ ദീനു വേണ്ടി ത്യജിക്കുന്ന ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, അവസ്ഥകൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കും.
പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്യണം. മാഷാ അല്ലാഹ്, ഇന്നിത് വന്ന് കണ്ടു, വളരെ സന്തോഷം തോന്നി. കുറെ കഷ്ടപ്പാടുകൾ, കുറെ യാത്രകൾ, കുറെ പ്രയത്നങ്ങൾ, കുറെ പരിശ്രമങ്ങൾ. വല്ലാഹി സത്യമായിട്ടും നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ടല്ല, പലപ്പോഴും യൂസാറുള്ള സദസ്സുകളിൽ വന്നിരുന്ന നസീഹത്തുകൾ നടത്താറുണ്ട്, ഉപദേശങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ഷറഫ് ഉസ്താദിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ മറിയം മസ്ജിദിൽ അവിടെ വന്നിരുന്നാട്ട് പറയുക. പക്ഷെ ഇന്ന് വന്നപ്പോ, ഈ സദസ്സിൽ വന്നിരുന്നപ്പോ ഇതും കൂടി കുറച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഉസ്താദ് ഒരിക്കലും ഇത് പറയാൻ ഏൽപ്പിച്ചതല്ല. നിങ്ങളാൽ കഴിയുന്ന വലിയ ദീനി സഹായങ്ങൾ, സംരംഭങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം. 3 രീതിയിൽ നമുക്ക് ദീനിനെ സഹായിക്കാൻ കഴിയും. ഒരു സഹായം നമ്മുടെ പോക്കറ്റിലുണ്ടോ, എടുത്തു കൊടുക്കിൻ, മനസ്സ് തുറന്നെടുത്തു കൊടുക്കിൻ, ഇഖ്ലാസോടെ കൊടുക്കിൻ, ഹലാലായതൊന്നും കൊടുക്കിൻ. ഇല്ലയോ, നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആരുടെത്തെങ്കിലും പറയും, ഇതേ ഒരു മദ്രസ നടക്കുന്നു, ഒരു മസ്ജിദ് നടക്കുന്നു, നമ്മുടെയൊക്കെ എത്ര പൈസകളാ പാഴാകുന്ന. രാവ് മുതൽ സുബഹി മുതൽ രാത്രി 9:30 മണി വരെയും വിരലുകൾ ഏറ്റവും കൂടുതൽ വിരലുകൾ സ്പർശിക്കുന്ന, ഖുർആനിൽ സ്പർശിക്കുന്ന, ചെവികൾ ഏറ്റവും കൂടുതൽ ഖുർആൻ കേൾക്കുന്ന, കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഖുർആൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഹൃദയങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓർത്തിരിക്കുന്ന, കൈകൾ ഏറ്റവും കൂടുതൽ ഖുർആൻ സ്പർശിക്കുന്ന ഒരു തലമുറ, ഒരു സമൂഹം. ഏത് സമൂഹത്തിന്റെ ഇടയിൽ? വിരലുകൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ, കണ്ണുകൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ, ചെവികൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ, ഹൃദയം ഏറ്റവും കൂടുതൽ മൊബൈലിൽ എന്ന ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന 99%-നും 1% ഇങ്ങനെയും കഴിയുന്നു. അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സഹായിപ്പിക്കും. മൂന്നാമതൊരു വഴി, മാറിയിരുന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും പറ്റുന്ന രീതിയിൽ ശാരീരികമായി സമയം കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവാണ് സത്യം. നമ്മൾ ഈ ഒരു കൂട്ടം കാരണമായി അള്ളാഹു ഇതേപോലെയുള്ള ധാരാളം ഹാജിമാരെ പുറപ്പെടുവിപ്പിക്കുന്ന, ധാരാളം ആളുകളെ അള്ളാഹിന്റെ മണ്ണിലേക്ക് പറഞ്ഞുവിടുന്ന ഹാഫിദീങ്ങളും ആലിമീങ്ങളും ഈ മണ്ണുകളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് രൂപപ്പെടും. വലിയ ഭാഗ്യമാണത്, വലിയ അവസരമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാചകം കുറച്ച് അല്പം നീണ്ടുപോയി, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.